ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറുക്ക് നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ടുള്ള കുറുക്കിനുള്ള പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതുപോലത്തെ നല്ല വലിയ നേന്ത്രക്കായ നല്ല മൂത്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നേന്ത്രക്കായമ്പോൾ നല്ല കറ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കിയത് നല്ലതായിരിക്കും. നമുക്ക് കയ്യുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, പശ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും പിടിക്കില്ല. പിന്നെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് കയറും, അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് പിന്നെ അങ്ങനെ പോയിക്കോളും. അപ്പം നമുക്കിതുപോലെ നമ്മളെ നേന്ത്രക്കായമേ ഇങ്ങനെ 4 സൈഡും ഇങ്ങനെ വരഞ്ഞെടുത്താൽ ഇതുപോലെ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ നമ്മളെ നേന്ത്രക്കായ മൊത്തം തൊലി കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കത്തി കൊണ്ടൊന്നും ഇങ്ങനെ വരണ്ടി കൊടുത്താൽ, നടുവൊന്ന് ചീന്തി കൊടുത്താൽ എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ നേന്ത്രക്കായ ഫുള്ളൊന്ന് തൊലി കളഞ്ഞിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നേന്ത്രക്കായൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സ്ലൈസറിൽ വെച്ചിട്ട് കനം കുറച്ചിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നാലുള്ള പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. നമ്മൾ കൈ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ കട്ടി കൂടിയാൽ അത് ഉണങ്ങാനും ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ ചെയ്യാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്ലൈസറിൽ വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഇത് എൻ്റെ മോൾക്കും നമ്മളെ കേരളത്തിൻ്റെ മോൾക്കുള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവർ രണ്ടാളും ഒരേ പ്രായക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐശുമോളിൽ ഇങ്ങനെ പൊടി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മഴക്കാലമായിരുന്നു, അങ്ങനെ പൊടി ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾക്ക് പുറത്തുനിന്ന് മേടിക്കുക ചെയ്തത്. അപ്പോൾ നമ്മളെ സ്ലൈസ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഉണക്കുന്നത്. അതുകൊണ്ട് ഉണക്കുന്നത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് നല്ലോണം ഒന്ന് പേപ്പറൊക്കെ വിരിച്ച് കനല്ലാതെ പരത്തി ഉണക്കിയെടുക്കുകയാണ്. കണ്ടോ, കയ്യുമൊക്കെ നല്ല ഉണ്ട്, നഖത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നേന്ത്രക്കായ നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യക്കുട്ടിയും കാണിച്ചിട്ടുണ്ട്. അവൻ എന്തെങ്കിലും ഒരു പണി ഉണ്ടോ നോക്കി നടക്കുകയാണ്. കണ്ടില്ലേ, നല്ലോണം ഉണങ്ങി കിട്ടിക്കുന്നു. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല മഞ്ഞളാണ്, പച്ചമഞ്ഞളാണ്. ഉണക്കിയിട്ട് മഞ്ഞളാണ് ചേർക്കുന്നത്. ഇത് ഇവിടെ നിന്ന് എടുത്ത് തന്നെയാണ്, കുറച്ചെടുത്താൽ മതി, കുറച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മഞ്ഞളെടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, മഞ്ഞൾ ഇതൊക്കെ മക്കൾക്ക് നല്ലതാണ്, വയറ്റിലേക്ക് എത്തുന്നത് നല്ലതാണ്, വയറ് ശുദ്ധിയാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളത് നോക്കാം. അപ്പം മിക്സിയുടെ ജാറിൽ നമ്മൾ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ലോണം തരിച്ചെടുക്കണം. നല്ലോണം തരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ടിട്ട് തരി ഉണ്ടെങ്കിൽ പോലും മക്കൾക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓക്കാനിക്കാനായിട്ട് ഇങ്ങനെ വരും, ഈ തരി തൊണ്ടയിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലോണം നൈസായിട്ടുള്ള ചെല്ലടയിൽ വെച്ചിട്ട് നല്ലോണം തരിച്ചെടുക്കണം. തരിച്ചെടുക്കുന്നത് 2-3 പിന്നെ കിട്ടുന്നതൊക്കെ നമ്മൾ 2-3 തവണയായിട്ട് മിക്സിയിലോട്ട് വീണ്ടും പൊടിച്ചിട്ട് വീണ്ടും ആയിട്ട് ഇങ്ങനെ തരിച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ മക്കൾക്കുള്ള പൊടി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇനി നമുക്ക് ഈ പൊടി നല്ല കാറ്റൊന്നും കിടക്കാത്തൊരു ബോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇതൊരു 4-5 മാസത്തോളമൊക്കെ പോകും. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കട്ട പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പൊടി ഉണ്ടാക്കൽ.